കേരളത്തിലെ സ്ത്രീകൾ ഭാഗ്യവന്മാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് മറ്റ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നമ്മളിവിടെ പ്രതിഷേധിക്കാറുണ്ട്. എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ മെഴുകുതിരി കത്തിച്ചു വെച്ചും ഒക്കെ പ്രതിഷേധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കൂടി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ 7 ദിവസം സമരം ഇരുന്നിട്ട് വരുന്ന ഒരാളാണ് ഞാൻ. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൈറോയിഡ് സർജറി ചെയ്യാൻ പോയിട്ടുള്ള ഒരു യുവതി സർജറി കഴിഞ്ഞ് ICUലേക്ക് മാറ്റുമ്പോൾ മയക്കത്തിലായിരിക്കും പേഷ്യൻ്റ്. ആ പേഷ്യൻറ്റിനെ റേപ്പ് ചെയ്തത് ആ മെഡിക്കൽ കോളേജിലെ അറ്റൻഡറായിട്ടുള്ള ഒരാളാണ്. ആ സ്ത്രീ ഇപ്പോൾ ഇന്നലെയാണ് അവർ സമരം അവസാനിപ്പിച്ചത്. അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ചൂടത്ത് പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ അവർ സമരം ചെയ്യുകയായിരുന്നു. അവരെക്കുറിച്ച് അവരൊരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയാണ്. അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീയല്ല. അവരൊരു സാധാരണക്കാരിയായ ഒരു സ്ത്രീ. തൻ്റെ അസുഖത്തിന് മെഡിക്കൽ കോളേജിലൊക്കെ സർജറി ചെയ്യണമെങ്കിലൊക്കെ കുറേ സമയമെടുക്കും. അതിന് ഡേറ്റൊക്കെ കിട്ടി അങ്ങനെയാണ് ആ സർജറി നടക്കുക. അതിന് സമയമെടുക്കുക. എന്നാലും തൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടായിരിക്കും ഏതൊരു പേഷ്യൻറ്റും, അതായത് പുറത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എത്രമാത്രം പൈസ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവരതൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ തന്നെ സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നത്. ആ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യ സംരക്ഷണം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ആ സ്ഥാപനത്തിൽ അവിടെ ഒരു ICUവിൽ ഒരു അറ്റൻഡറാൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് ഇന്ന് വരെ നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ സഹായിച്ചു എന്നതിനാൽ അവിടെ തന്നെ ഉള്ള ഒരു നേഴ്സിനെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും കൂടി ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതും ആരോഗ്യമന്ത്രി എന്ന് നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത് ഒരു വനിത കൂടിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ അറ്റൻഡർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളായതുകൊണ്ടാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ, ഈ അതിജീവിതയുടെ കൂടെ ഞാൻ സമരം ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ നീതി തേടി റോട്ടിലും എല്ലാ സ്ഥലത്തും അലഞ്ഞു നടക്കുമ്പോൾ അയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പോയിട്ട് എന്നെ അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്ന ഒരിടമാണ് കേരളം. ഇല്ല, അതൊക്കെ നമ്മൾ സംശയത്തിന് ആസ്പദമായ കാര്യങ്ങളാണ്. അവർ മെഡിക്കൽ ICUവിൽ അവർ പറയുന്നത് അവർക്ക് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇവർ പീഡിപ്പിച്ചിട്ട് എന്നാണ്. എന്നിട്ട് അതിനെ ലാഗ് ചെയ്യിപ്പിച്ചു, മെഡിക്കൽ പരിശോധന വൈകിപ്പിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവിടെയുള്ളൊരു നേഴ്സാണ് ഈ രോഗിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അവരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കണം, കോവിഡ് പിടിച്ച ഒരു രോഗീനെ റേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആംബുലൻസിലൊരു ഡ്രൈവർ കേരളത്തിൽ. പിന്നെ എവിടെയാണ് സ്ത്രീകൾക്ക് നീതി എന്ന് പറയാം? നമ്മളെ ഇവിടെ തന്നെയല്ലേ പിന്നെ എന്താ പറയുക, പാലത്തായി കേസ് ഉള്ളത്. 2 കുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണ്. പിന്നെ നിങ്ങൾ എറണാകുളം ആലുവ ഭാഗത്തുള്ള ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് കൊന്നിട്ടുള്ളതും നമ്മുടെ കേരളത്തിലാണ്. അങ്ങനെ എന്തെല്ലാം കേസുകളുണ്ട്. അപ്പം ഒരുപോലെ സുരക്ഷിതത്വം ഇല്ലാതെ ആകുന്ന സാഹചര്യം കേരളത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേരളത്തിലും അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. കേരളത്തേക്കാൾ കൂടുതൽ മറ്റിടങ്ങളിലുമുണ്ട്. ഇവിടെ പലപ്പോഴും കേരളത്തിൽ നമ്മൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ സുരക്ഷിതത്വം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഇപ്പം നടക്കുന്ന സംഭവങ്ങളാണ്. ഇതന്നെ